Today's topic is Newton's backward interpolation formula. Let us consider an nth degree polynomial of the form yn of x equal to a0 plus a1 into x minus xn plus a2 into x minus xn into x minus xn minus 1 plus a3 into x minus xn into x minus xn minus 1 into x minus xn minus 2 plus etc. up to an x minus xn into x minus xn minus 1 up to x minus x1. Here a1, a2, a3, an etc. are coefficient. We consider an nth degree polynomial. So the last term is an. Then put x equal to xn in this equation. X equal to xn substitute ചെയ്യുമ്പം ഈ ടേമിൽ xn ഉണ്ട്, ഈ ടേമിൽ xn ഉണ്ട്, എല്ലാ ടേമിലും xn ഉണ്ട്. So the only term remaining is the first term only, that is yn of x equal to a0. നമ്മുടെ എക്സിന് xn ആണ് കൊടുക്കുന്നത്. സോ കറസ്പോണ്ടിങ് y വാല്യൂ ഈസ് കോൾഡ് yn. സോ വി ഗെറ്റ് yn ഈക്വൽ ടു a0. ഫസ്റ്റ് ടേം മാത്രമേ കാണുള്ളൂ, ബാക്കി എല്ലാ ടേമും ക്യാൻസൽ ആയി പോകും. ദെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് a0 എന്നുള്ള കോഎഫിഷ്യൻറ്റിന് വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് yn. Again we put x equal to xn minus 1. Then we get x in xn minus 1 substitute ചെയ്യുമ്പോൾ കിട്ടുന്ന y value yn minus 1 equal to yn plus ഏത് ടേം ഉണ്ട്, xn minus 1 substitute ചെയ്യുമ്പം ഈ ടേം വരെ ഉള്ളൂ, ബാക്കിയുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. അതായത് ഈ ടേമിലെല്ലാം xn minus 1. സോ xn minus 1 മൈനസ് xn minus 1 വരുന്നതുകൊണ്ട് 0 ആയി പോകും. സോ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും മാത്രമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ. Then we get yn minus 1 is equal to yn plus a1 into yn, a0 is yn, a1 into xn minus 1 minus xn. So a1 equal to yn minus 1 minus yn divided by xn minus 1 minus xn, which is equal to yn minus 1 minus yn divided by what is xn minus 1 minus xn. അതായത് നമ്മൾ ലാസ്റ്റത്തിന് തൊട്ട് മുമ്പുള്ള ടേമാണ് xn മൈനസ് 1, ലാസ്റ്റ് ടേമാണ് xn. അപ്പം നമുക്കറിയാം തൊട്ട് മുമ്പത്തെ ടേമിൽ നിന്ന്, അതായത് രണ്ട് ടേം അടുത്തടുത്ത എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് h ആണ്. അപ്പം ലാസ്റ്റ് ടേമിൽ നിന്ന് അതിന് തൊട്ട് മുമ്പത്തെ ടേം കുറയ്ക്കുമ്പം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് h ആണ്. xn മൈനസ് 1 പ്ലസ് h ആണ് xn എന്ന് പറഞ്ഞാൽ. സോ ദ ഡിനോമിനേറ്റർ വിൽ ബിക്കം മൈനസ് h. Then substituting a1 നമുക്ക് കിട്ടി, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. a1 is equal to yn minus 1 yn minus 1 divided by h. മൈനസ് h ആയിരുന്നു, അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതി. ഇപ്പോൾ yn മൈനസ് 1. അക്കോർഡിംഗ് ടു ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ yn മൈനസ് 1 ഈസ് വാട്ട് ഈസ് ഡെൽ yn ഡിവൈഡഡ് ബൈ h. അപ്പോൾ a1 എന്ന് പറഞ്ഞ കോഎഫിഷ്യൻറ്റ് കിട്ടി. ദെൻ a2 വി ഗെറ്റ് ഡെൽ സ്ക്വയർ yn ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ h സ്ക്വയർ എക്സെട്ര അപ് ടു an. എങ്ങനെ കിട്ടും, ഡെൽ റേസ് ടു n yn ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ h റേസ് ടു n. അങ്ങനെ നമുക്ക് a1, a2, a3 എക്സെട്ര an വരെയുള്ള കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ പോളിനോമിയലിൽ ബാക്കിയുള്ള ടേം ഏതൊക്കെയാണ്, a1, a2 എക്സെട്ര നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി. ഇനി വരുന്നത്, അപ്പോൾ നമ്മൾ പോളിനോമിയൽ ഒന്നുകൂടെ എഴുതാം, ദാറ്റ് ഈസ് yn ഓഫ് എക്സ് ഈക്വൽ ടു a0 plus a1 into x minus xn plus a2 into x minus xn into x minus xn minus 1 plus a3 into x minus xn minus 1 into x minus xn minus 2. അതാണ് നമ്മുടെ പോളിനോമിയൽ. അപ്പം a0ക്ക് നമ്മൾ കണ്ടുപിടിച്ചു വാല്യൂ ആണ്, a0 ഈസ് yn plus a1 is del yn divided by h into
എക്സ് മൈനസ് എക്സ് എൻ. എക്സ് മൈനസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ അല്ലെങ്കിൽ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുലയിൽ പി ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളിൽ നമ്മൾ പിക്ക് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ ഫസ്റ്റ് എക്സ് ടൈം ആയിരുന്നു, ഇവിടെ നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് എക്സ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് മൈനസ് എക്സ് എൻ എന്നുള്ളത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് മൈനസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എച്ച്. അപ്പോൾ നമ്മൾ ഡെൽ വൈ എൻ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു പി എച്ച് പ്ലസ് അടുത്തട്ടെ എ ടു ഈസ് ഡെൽ സ്ക്വയർ വൈ എൻ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എച്ച് സ്ക്വയർ. എക്സ് മൈനസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എച്ച്. ദെൻ എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1, എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് എൻ മൈനസ് എച്ച്. ലാസ്റ്റ് ടേമിൽ നിന്ന് എച്ച് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എക്സ് എൻ മൈനസ് 1th ടേം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ പ്ലസ് എച്ച്. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ ഈസ് പി എച്ച് പ്ലസ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു പി പ്ലസ് 1. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ഇപ്പം എക്സ് മൈനസ് എക്സ് എൻ ഈസ് പി എച്ച്, എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 ഈസ് ഇൻറ്റു എച്ച് ഇൻറ്റു പി പ്ലസ് 1. സോ ഈ എച്ചും ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്, എച്ച് സ്ക്വയർ ക്യാൻസൽ. അപ്പോൾ ഡെൽ സ്ക്വയർ വൈ എൻ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു പി പ്ലസ് 1 എന്ന് സെക്കൻഡ് ടൈം കിട്ടി. ദെൻ തേർഡ് ടൈം എ ത്രീ ഈസ് ഡെൽ ക്യൂബ് വൈ എൻ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എച്ച് ക്യൂബ് ഇൻറ്റു പി എച്ച്. എക്സ് മൈനസ് എക്സ് എൻ ഈസ് പി എച്ച് ഇൻറ്റു എച്ച് ഇൻറ്റു പി പ്ലസ് 1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 2, എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 2h. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു പി പ്ലസ് 2, ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു പി പ്ലസ് 2. അപ്പോൾ ഇവിടെ എച്ച് ക്യൂബ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി വരുന്നത് ഡെൽ ക്യൂബ് വൈ എൻ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2. അപ്പോൾ അതങ്ങനെ നമുക്ക് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമിൽ കിട്ടി. നമുക്ക് എല്ലാ ടേമും ഇവിടെ കിട്ടി. ദാറ്റ് ഈസ് വൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ നമ്മുടെ പോളിനോമിയലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വൈ എൻ പ്ലസ് പി ഡെൽ വൈ എൻ പ്ലസ് പി ഇൻറ്റു പി പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഡെൽ സ്ക്വയർ വൈ എൻ പ്ലസ് അടുത്ത ടൈം എങ്ങനെയായിരുന്നു? പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഡെൽ ക്യൂബ് വൈ എൻ പ്ലസ് എക്സെട്ര അപ് ടു p into p plus 1 into p plus 2 etc. p plus n minus 1 divided by n factorial into del raised to n y n, where p is equal to x minus x0 divided by h. ഇപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുലയും ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമുലയും കണ്ടു. ഇനി നമ്മൾ എന്തിനാണ് ഈ രണ്ട് ഫോമുലാസ്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോർമുല ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുല യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈ വാല്യൂ നമ്മുടെ ടേബിളിലെ ഫസ്റ്റ് അല്ലെങ്കിൽ ടേബിളിലെ ബിഗിനിങ്ങിൽ വരുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുല യൂസ് ചെയ്യും. ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമുല യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈ വാല്യൂ ടേബിളിൻ്റെ എൻഡ് ഭാഗത്താണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റത്തെ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമുലയായിരിക്കും. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ question. The values of y are 8, 20, 42, 74 respectively when the values of x are 3, 5, 7 and 9. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എക്സ് വാല്യൂസ് ഇക്യു ഡിസ്റ്റൻ്റ് ആണ് 3, 5, 7 and 9. സോ നമുക്ക് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുലയോ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമുലയോ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂസിങ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുല ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു 4. അതായത് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എക്സ് ഈക്വൽ ടു 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂവിൽ ഉള്ളതല്ല.
അപ്പോൾ എക്സ് ഈക്വൽ ടു 4 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൽ നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് എക്സ് വാല്യൂസും വൈ വാല്യൂസും വെച്ച് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്താൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ് 4, 3 കഴിഞ്ഞാണ് 4 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ എൻഡിൽ ഇനീഷ്യൽ പൊസിഷനിൽ വരുന്ന വാല്യൂ ആണ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഏത് ഫോമുല യൂസ് ചെയ്യാം? ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുല യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും എക്സിന് ഏത് വാല്യൂ ആണോ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുക നമ്മൾ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുലയാണോ ബാക്ക്വേഡ് ഇൻ്റർപോളേഷൻ ഫോമുലയാണോ ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻസ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫോർവേഡ് ഡിഫറൻസ് ടേബിളും ബാക്ക്വേഡ് ഡിഫറൻസ് ടേബിളും ഒക്കെ ഫൈനൈറ്റ് ഡിഫറൻസ് എന്നുള്ള ടോപ്പിക്കിൽ കണ്ടു. അപ്പോൾ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിളും ബാക്ക്വേഡ് ഡിഫറൻസ് ടേബിളും തമ്മിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഡിഫറൻസ് ഒക്കെ സെയിം രീതിയിലാണ്. വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന പേര് ഡിഫറൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ y1 മൈനസ് y0 എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് ഡിഫറൻസിലാണെങ്കിൽ ഡെൽറ്റ y0 എന്ന് പേര് കൊടുക്കും. y1 മൈനസ് y0 ബാക്ക്വേഡ് ഡിഫറൻസിലാണെങ്കിൽ നമ്മൾ ഡെൽ y1 എന്ന് പേര് കൊടുക്കും. അത്രേ ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിളാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ടേബിൾ എപ്പോഴും ഈ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എക്സ് വാല്യൂസ്, ദെൻ വൈ വാല്യൂ, ദെൻ ഡെൽറ്റ, ഡെൽ സ്ക്വയർ, ഡെൽ ക്യൂബ്. എവിടം വരെ ഉണ്ടോ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അവിടം വരെ നമ്മൾ ടേബിളിൽ കൊടുക്കണം. ഡെൽ റേസ് ടു 4, ഡെൽ റേസ് ടു 5 ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കണം. അപ്പോൾ ദെൻ എക്സ് വാല്യൂസ് ഈക്വിഡിസ്റ്റൻറ്റ് വാല്യൂസാണ് നമുക്ക് തന്നിരിക്കുന്നത് 3, 5, 7 and 9. ആൻഡ് വൈ വാല്യൂസ് ആർ 8, 20, 42 and 74. ദെൻ ഫസ്റ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കുക. എപ്പോഴും ഡിഫറൻസ് എടുക്കുന്ന നമ്മൾ താഴത്തെ വാല്യൂ നിന്ന് മേളത്തെ വാല്യൂ മൈനസ് ചെയ്താണ്. സോ ഹിയർ 20 മൈനസ് 8 ദാറ്റ് ഈസ് 12, 42 മൈനസ് 20 22, 74 മൈനസ് 42 32. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 22 മൈനസ് 12 ദാറ്റ് ഈസ് 10, 32 മൈനസ് 22 ദാറ്റ് ഈസ് 10. Then the last difference 10 minus 10 that is the last term 0. del ക്യൂവിൻ്റെ ടേം നമുക്ക് 0 ആയിട്ടും കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 4 ആണ്. പിന്നെ എച്ച് എത്രയാണ്? ഇവിടെ എച്ച് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് അതെന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് പി കണ്ടുപിടിക്കാൻ പറ്റും. പി ഈസ് ഈക്വൽ ടു ഫോർവേഡ് ഡിഫറൻസ് ആയതുകൊണ്ട് എക്സ് മൈനസ് x0 ഡിവൈഡഡ് ബൈ എച്ച്. എക്സ് തന്നിരിക്കുന്ന എക്സ് വാല്യൂ 4 ആണ്. x0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ദാറ്റ് ഈസ് 3. അപ്പോൾ 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ എച്ച് ദാറ്റ് ഈസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ആൻഡ് ഈക്വൽ ടു 0.5. അപ്പോൾ നമുക്ക് എക്സ് അറിയാം, എച്ച് അറിയാം. അപ്പോൾ എക്സ് അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് പി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുല അതേതാണ്? ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമുല ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് y(4) ആയതുകൊണ്ട് y(4) എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു y(x) ഈക്വൽ ടു y0 പ്ലസ് പി ഡെൽറ്റ y0 പ്ലസ് ഫോർവേഡിൻ്റെ കേസിൽ p ഇൻറ്റു p മൈനസ് 1 p ഇൻറ്റു p മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് y0. ഇവിടെ ഇപ്പോൾ ഡെൽറ്റ ക്യൂബ് y0 വരെയുള്ള ടേമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ നമ്മുടെ ഇക്വേഷൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടേം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എഴുതണമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ ക്യൂബ് വരെ ഉള്ളൂ. ദെൻ y0 എന്ന് പറഞ്ഞാൽ നമ്മുടെ y വാല്യൂ, വൈയുടെ ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് y വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ്. ദെൻ വി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 8 y0 ഈസ് 8 പ്ലസ് p 0.5 ആണ്. p ഇൻറ്റു ഡെൽറ്റ y0. ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ എന്താണ്? y1 മൈനസ് y0 ആണ് ഡെൽറ്റ y0. അപ്പോൾ ഇതാണ് ഡെൽറ്റ ടേം, ഇത് ഡെൽറ്റ സ്ക്വയർ ടേമാണ്. അപ്പോൾ ഡെൽറ്റ y0 y1 മൈനസ് y0. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ടേം ഏതാണ്? ഡെൽറ്റ y0. ഇതാണ് ഡെൽറ്റ y0 ദാറ്റ് ഈസ് 12. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 12 പ്ലസ് p ഇൻറ്റു p മൈനസ് 1 0.5 ഇൻറ്റു 0.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0. അത് നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുക. ഡെൽറ്റ സ്ക്വയർ y0 ഏതാണ്? ഇത് ഡെൽറ്റ y0, ഇത് ഡെൽറ്റ y1.
അപ്പോൾ ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 ദാറ്റ് ഈസ് ഡെൽറ്റ സ്ക്വയർ y0. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ y0 ഏതാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10 സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലസ് ഡെൽറ്റ ക്യൂബിൻ്റെ ടൈം 0 ആണ്, പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 6 പ്ലസ് 0.5 ഇൻറ്റു മൈനസ് 0.5 ഇൻറ്റു 5. ഡിഫറൻസ് എടുത്തു, 2 ക്യാൻസൽ ആയിപ്പോയി. ദെൻ വി ഗെറ്റ് 40 മൈനസ് 1.25 വിച്ച് ഇസ് ഈക്വൽ ടു 12.75. അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 12.75. ആൻസർ കിട്ടിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ് y വാല്യൂസ്. അപ്പോൾ നമുക്ക് 4ന് കറസ്പോണ്ടിങ് 12 സംതിങ് ആണ് കിട്ടിയത്, അതായത് ഇവിടെ വരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട്, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല വെച്ച്, അല്ലെങ്കിൽ ബാക്ക്വേഡ് ആണെങ്കിലും ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ദെൻ സെക്കൻഡ് പ്രോബ്ലം, ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഈസ് ഗിവൺ ബിലോ. ഇയർ ആണ് എക്സ് വാല്യൂസ് ആയിട്ട് തന്നേക്കണേ. 1891, 1901, 1911, 1921, 1931. പോപ്പുലേഷനാണ് തന്നേക്കണത് ആ സിറ്റിയിലെ. തൗസൻഡ്സ് 46,000 എന്നുള്ള ഇതിലാണ്. ജസ്റ്റ് 46, 66, 81, 93 ആൻഡ് 101 അങ്ങനെയാണ് കൊടുത്തേക്കണത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ഇൻ ദ ഇയർ 1925. നോക്കുക, 1925 എന്ന് പറഞ്ഞാൽ എവിടെ വരും? 21നും 31നും ഇടയിലാണ്. സോ നമ്മുടെ ടേബിളിൽ ലാസ്റ്റ് സെക്ഷനിലാണ് 1925 വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് ടേബിൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ് വൈ, ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ഡെൽ സ്ക്വയർ, ഡെൽ ക്യൂബ്, ഡെൽ റേസ് ടു 4. എക്സ് വാല്യൂസ് എഴുതുക, 1891 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നോക്കുക, ഇതെല്ലാം ഈക്വി ഡിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കുക. ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ്. സോ വൈ വാല്യൂസ് 46, 66, 81, 93 ആൻഡ് 101. ദെൻ ഡെൽറ്റ വാല്യൂസ്, ഫസ്റ്റ് ഡിഫറൻസ് 66 മൈനസ് 46, 20, 81 മൈനസ് 66 ഡിഫറൻസ് എടുത്തു. ദെൻ ഡെൽ സ്ക്വയർ സെക്കൻഡ് ഡിഫറൻസ് 15 മൈനസ് 20 ദാറ്റ് ഈസ് മൈനസ് 5, 12 മൈനസ് 15 മൈനസ് 3, 8 മൈനസ് 12 ദാറ്റ് ഈസ് മൈനസ് 4. വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എന്താ നമുക്ക് വേണ്ടേ? പി ഇസ് ഈക്വൾ ടു നമുക്ക് കണ്ടുപിടിക്കാം. പി ഇസ് ഈക്വൾ ടു എക്സ് മൈനസ് എക്സ് എൻ, ബാക്ക്വേർഡ് ആയതുകൊണ്ട് എക്സ് മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ തന്നേക്കണ എക്സ് എന്ന് പറഞ്ഞാൽ 1925 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണം. 1925 മൈനസ് എക്സ് എൻ, എക്സിൻ്റെ ലാസ്റ്റ് വൺ 1931 ഡിവൈഡഡ് ബൈ എച്ച്, ഡിഫറൻസ് എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -6. നമുക്ക് പി വാല്യൂ കിട്ടി. ഇനി നമ്മുടെ ഫോർമുല ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല വിച്ച് ഈസ് y ഓഫ് എക്സ് ഈക്വൽ ടു yn പ്ലസ് പി ഡെൽ yn പ്ലസ് പി ഇൻറ്റു പി പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഡെൽ സ്ക്വയർ yn പ്ലസ് എക്സെട്ര. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. yn, വൈയുടെ ലാസ്റ്റ് വാല്യൂ 101 പ്ലസ് പി -0.6 ഇൻറ്റു ഡെൽ yn. ഡെൽ yn എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന ടേമാണ് ഇത്? y1 മൈനസ് y0 ദാറ്റ് ഈസ് ഡെൽ y1. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ yn ഇത് yn മൈനസ് 1. അപ്പം yn മൈനസ് yn മൈനസ് 1 ദാറ്റ് ഈസ് ഡെൽ yn. അപ്പോൾ yn എവിടെ വരും? ഡെൽ yn എന്ന് പറഞ്ഞ ടേം ഈ 8 ആണ്. സോ 8 പ്ലസ് പി ഇൻറ്റു പി പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഡെൽ സ്ക്വയർ yn. ടേബിൾ നോക്കി, ഡിഫറൻസ് ടേബിൾ നോക്കി അറിയാം. ഡെൽ സ്ക്വയർ yn എന്ന് പറഞ്ഞാൽ ഡെൽ yn മൈനസ് ഡെൽ yn മൈനസ് 1 ലാസ്റ്റ് ഡേ. അപ്പോൾ ഇവിടെ വരുന്ന ഡെൽ സ്ക്വയർ yn ദാറ്റ് ഈസ് -4 പ്ലസ് പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ അടുത്ത ടേം ഇൻറ്റു -1 അതായത് ഡെൽ ക്യൂബ് yn പ്ലസ് പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഇൻറ്റു പി പ്ലസ് 3 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു -3 ദാറ്റ് ഈസ്
del raised to 4yn. നമ്മുടെ ലാസ്റ്റത്തെ ടേമായിട്ട് കിട്ടുന്ന നമുക്ക് del raised to 4yn എന്ന് പറഞ്ഞ ടേമാണ് നമുക്ക് ലാസ്റ്റ് റിമെയിൻ ചെയ്യുന്ന. ഫോർവേഡ് ആയിരുന്നെങ്കിൽ നമുക്ക് del raised to 4y0 എന്നായിരുന്നു വരുന്നത്. ഇത് നമുക്ക് y എന്ന് വരും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 96.72 തൗസൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും. അതായത് 1925 പോപ്പുലേഷൻ, ആ സിറ്റിയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 96.72 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1925 നമുക്ക് 96.72. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.